ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മുടെ ഒരു സൺഡേ റൂട്ടീനാണ്. ഞാൻ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ടൈം 1 മണിയാണ്. ഞാൻ ഉച്ചയ്ക്കാണ് ഇന്ന് എണീറ്റത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ നല്ല വിശപ്പുണ്ട്. നമുക്ക് പോയി നമ്മുടെ ഫുഡ് മെസ്സിന് താഴെയാണ്. താഴെ പോയി ഫുഡ് എടുത്തിട്ട് വരാം. അതിന് മുന്നേ ഞാൻ പറയും, ഇവിടെ നല്ല മഴയാണ്. അത്യാവശ്യം എണീറ്റപ്പോൾ തന്നെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നൊരു മൂടി കൈൻഡ് ഓഫ് ഡേ ആണെന്ന് തോന്നുന്നു. വെയിലേ ഇല്ല. സോ നമുക്ക് പോയി ഫുഡ് ആദ്യം പോയി എടുത്തിട്ട് വരാം. കാരണം ഇപ്പോൾ ഓൾറെഡി 1 മണി സ്റ്റാർട്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്തോ ഭാഗ്യമായപ്പോൾ ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും രാവിലെ ഏത് സമയത്ത് എണീറ്റാണ് ചായ കുടിക്കണമെന്നാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ലേറ്റായി എണീറ്റോളൂ. ഞാനിന്ന് ലഞ്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ആൻഡ് ടേക്ക് ദ ഫുഡ്. നമ്മുടെ ലഞ്ച് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. കറി മീൻകറിയും ചോറുമാണ്. നമ്മുടെ ഇന്നെന്തോ തോരനുണ്ടല്ലോ, അതിനടുത്തില്ല. ചോറ് വെച്ച് കഴിക്കാം. ഓക്കെ, ഹോസ്റ്റൽ ലൈഫ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. വീട്ടിലായിരുന്നെങ്കിൽ കുറേ കറി ഉണ്ടായിരുന്നു കഴിക്കാം. ഞാൻ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോൺ സിനിമയൊക്കെ കണ്ടുകൊണ്ടായിരിക്കും. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നില്ല. സോ ഫുഡ് കഴിച്ചിട്ട് കാണാം. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ക്ലോത്തൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ലോണ്ട്രി ചെയ്തു. ഇനി നമ്മൾ പുറത്തോട്ട് പോവാണ്. രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ ഫ്രണ്ട്സിനെ കാണാൻ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് റെഡി ആവാം. ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫേസ് വാഷൊക്കെ ചെയ്ത് ഇനി നമ്മൾ മോയ്സ്ചറൈസർ ഇടാൻ പോവാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത ഒരു ചെറിയ വീഡിയോ ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ച് പറയുന്നത്. ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നമുക്ക് റെഡിയാവാം. ഞാൻ ഇവിടെ ഒരു കണ്ണാടി എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നോക്കി ഞാൻ ഇപ്പം ഹോസ്റ്റലിലോട്ട് മാറിയോണ്ട് ലൈക്ക് എല്ലാം ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. മൊത്തത്തിലൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് എൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ളതൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ്. അപ്പോൾ അതും പോയി ഒന്ന് എടുക്കാൻ വേണ്ടി ആണ് പോകുന്നത്. ഞാൻ പിന്നെ ക്ലോത്ത് വാഷ് ചെയ്യുന്നത് ഇതിനകത്ത് വീഡിയോ എടുക്കാൻ ഇൻക്ലൂഡ് ആക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഇവിടെ വാഷ്റൂമിൽ തന്നെയാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷാമ്പൂ വാഷിങ്ങാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. സോ മുകളിലുണ്ട് വാഷ് ചെയ്യുന്ന സ്പേസ് ഉണ്ട്. പക്ഷേ എല്ലാവരും ഹോസ്റ്റൽ പീപ്പിൾസ് ആയതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടാൻ നിൽക്കില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അപ്പോൾ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ല വാഷ്റൂമിൻ്റെ അവിടെ വെച്ചിട്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആകെ ചെയ്ത ഒരു കാര്യം ലോണ്ട്രി ചെയ്തു. സോ ഓവറായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇട്ടു, ലിപ് ബാം ഇട്ടു. ഇനി നമ്മൾ നമ്മുടെ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഡാർക്ക് ചെയ്യാം. അങ്ങനെ വലുതായിട്ടൊന്നും വരച്ചു കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ശരിക്കും പറഞ്ഞാൽ ഈ ഐബ്രോ നമ്മൾ എഴുതുമ്പോൾ ഭയങ്കര ഡിഫറൻസ്, ഒന്നും മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു ഭയങ്കര ഡിഫറൻസ് തോന്നും. പിന്നെ നമുക്ക് കുറച്ച് മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാരൻ്റെ മറ്റേ കളർ വാങ്ങണം എന്ന് ഞാനിപ്പോൾ വിചാരിച്ചു. ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുമ്പോൾ കളറുണ്ടെങ്കിൽ കുറച്ചും കൂടി സെറ്റാണ്. എനിക്കിനി ഇവിടെ നിന്ന് ഇപ്പോൾ 3:50 ആയിട്ടുണ്ട്. ഒരു 4 മണിയൊക്കെ ആകുമ്പം ചായ കൂടെ കുടിച്ചിട്ടേ ഞാൻ കയറിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കാജൽ എഴുതാം. കാജൽ എഴുതുമ്പോൾ എപ്പോഴും എനിക്കിവിടെ എന്താ പറ്റുന്നത്, ഐലൈനർ ഒന്നും എഴുതാൻ പോകില്ല. ഞാൻ റെഡിയായി. അപ്പോൾ ഇനി നമ്മൾ താഴെ പോയി ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ നോക്കാം. താഴെ ചായ ആയിട്ടുണ്ട്. ഇപ്പോൾ 3:58 ആയി. 4 ആകുമ്പോൾ ടീ ടൈമാണ്. സോ നമുക്ക് താഴെ പോയി നോക്കാം. എന്തായാലും താഴത്തോട്ട് റെക്കോർഡ് ചെയ്യില്ല, പക്ഷേ ഇനി എന്തോ പോലെ. അപ്പോൾ നോക്കാം. കുറച്ച് വീഡിയോസ് എടുത്ത് കഴിയുമ്പോൾ മേ ബി പറ്റുമായിരിക്കും. സോ ഞാൻ ചായ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് ബ്ലാക്ക് ടീ ആണുള്ളത്.
സാറ്റർഡേ സൺഡേ ഇവിടെ സ്നാക്സ് ഇല്ല. സോ നമുക്ക് ടീ മാത്രമാണ് അവൈലബിൾ. ആൻഡ് എനിക്കറിയില്ല, ബ്ലാക്ക് ടീ എനിക്ക് ഓക്കെ, എനിക്ക് എന്തായാലും കുഴപ്പമില്ല. എന്തെങ്കിലും ചൂടുള്ള സാധനം ഈ ടൈമായിരുന്നു, തൊണ്ടവേദനയും ജലദോഷം ആയതുകൊണ്ട് ഹാപ്പി കുടിച്ചിട്ട് നമുക്ക് എന്തായാലും ഇറങ്ങാം. സോ ഗൈസ്, നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ആൻഡ് ഇപ്പോൾ നമ്മൾ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്, പക്ഷെ നല്ല മഴയാണ് ഗൈസ്. അപ്പോൾ ഞാൻ കുടയൊക്കെ എടുത്തിട്ട് ഞാൻ നടക്കാണ്. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് ഫുഡ് വേണം, വരുന്ന വഴിക്ക് ഫുഡ് വാങ്ങണം എന്ന് പറഞ്ഞു. സോ ഞാനിപ്പോൾ ഫുഡ് വാങ്ങിയിട്ടാണ് അങ്ങോട്ട് ചെല്ലാൻ പോകുന്നത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മളിനി റൂമിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഹെവി ഫുഡൊന്നും വാങ്ങിച്ചില്ല. സ്നാക്സ് അവർക്ക് കുറച്ച് കട്ട്ലേറ്റും പിന്നെ അവിടെ കാണുന്ന റൗണ്ട് സാധനവും വാങ്ങിച്ചു. പിന്നെ എനിക്ക് ഞാനൊരു കുഞ്ഞി പിസയും വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ച് അവിടെ ചില്ലൊക്കെ ചെയ്തു. ആൻഡ് എല്ലാവരും കൂടി ചായ കുടിക്കാൻ ചായ പിടിയലാണ് വന്നത്. ഇത് മഹാരാജാസിൻ്റെ മെട്രോ സ്റ്റേഷനിൽ അടുത്ത് വരുന്ന ഒരു അടിപൊളി സ്നാക്ക് ഷോപ്പാണ്. അപ്പം എനിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് കോഫിയും പിന്നെ ഒരു പരിപ്പൊടിയാണ്. ഭയങ്കര എനിക്കിഷ്ടമായത്, അടിപൊളി. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിക്കേണ്ട കോലം നേരത്തെ വേർത്തിട്ടാണ് ഉള്ളത്. അപ്പം ഞാൻ ഫുഡൊക്കെ എടുത്തു, പെട്ടെന്ന് എടുത്തു, കാരണം ഓൾറെഡി 8:48 ആയി. അപ്പോൾ ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പം കറിയൊന്നും കിട്ടത്തില്ല. സോ ഇന്ന് നമുക്ക് കഴിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പം ചോറും പപ്പടവും കഞ്ഞിയാണ് കേട്ടോ, ചോറല്ല. പിന്നെന്താ ഉള്ളത്, പിന്നെന്താ ഒരു തോരനും പിന്നെ ഇവിടെ പയറുകറിയാണുള്ളത്. സോ ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്തു. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം. സോ ഈ രാത്രിയിൽ എന്താ ഞാൻ യൂണിഫോം ഇട്ട് നിൽക്കുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് യൂണിഫോം ഷേപ്പാക്കിയായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കിയതാണ്. പക്ഷേ കോട്ട് സ്റ്റിൽ ലൂസാണ്. ഇനിയിപ്പം വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മേനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. എന്തായാലും നാളെ യൂണിഫോം ഇട്ട് കോളേജിൽ പോകണം. സാരില്ല, ഞാൻ നിങ്ങൾക്ക് ഇനി ഫുൾ വ്യൂ കാണിച്ചു തരാം. ഫ്ലാറ്റ് ഇവിടെ വെക്കുമ്പോൾ വെട്ടം പോവും, ഡോണ്ട് മൈൻഡ്. കണ്ടോ, ഇതിങ്ങനെ ഇത്രയും ടൈറ്റ് ആക്കണം, കുറച്ചുകൂടെ ടൈറ്റ് ആക്കണം. പാൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും വീട്ടിൽ കൊണ്ട് ഓണത്തിന് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഷേപ്പാക്കാം.